വന്യജീവി ആക്രമണങ്ങളിൽ നടപടിയെടുക്കുന്നതിലും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ആനകളെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിനും തടസ്സം കേന്ദ്ര സർക്കാരിന്റെ കാലഹരണപ്പെട്ട നിയമമാണെന്ന് വനംവകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. ഇതിനെതിരെ പുതിയ നിയമനിർമ്മാണം നടത്താൻ സംസ്ഥാന സർക്കാർ നിയമോപദേശം തേടിയതായും അടുത്ത നിയമസഭയിൽ ബില്ല് അവതരിപ്പിക്കുമെന്നും വനമന്ത്രി ടി.സി.വിയോട് പറഞ്ഞു. വനംവകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രനാണ് ടി.സി.വിയോടൊപ്പമുള്ളത്. ഇപ്പോൾ ജില്ലയിൽ വന്യമൃഗശല്യം പലയിടങ്ങളിലും രൂക്ഷമാണ്. പ്രത്യേകിച്ച് കാട്ടാന ശല്യവും അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ ആക്രമണം അത് കർഷകരെയും ജനങ്ങളെയും ഒരുപോലെ വലയ്ക്കുകയാണ്. എന്ത് ചെയ്യാൻ സർക്കാരിനാകും? വന്യജീവി ശല്യം ഒരു വസ്തുതയാണ്, അത് നിഷേധിച്ചിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ ഒരു ദിവസം ഒരു അലാവുദ്ദീൻ്റെ അത്ഭുതവിളക്ക് കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന ഒന്നല്ല അത്. കാരണം നമ്മുടെ ഭാഷയൊന്നും മനസ്സിലാകുന്നവരല്ല അവർ. എന്നാൽ മനുഷ്യന്മാരുമായിട്ട് ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് പോലെ ചർച്ചയിലൂടെ പരിഹരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് വന്യജീവികൾ നാട്ടിൻ പുറത്തേക്ക് വരുന്നത്? അതിന് ഇതുവരെ കിട്ടിയിട്ടുള്ള എല്ലാ അഭിപ്രായങ്ങളും അവിടെ അവർക്ക് ഭക്ഷണവും വെള്ളവും ലഭിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്ത് വേണം? ഭക്ഷണം ലഭിക്കാനും വെള്ളം ലഭിക്കാനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. നമ്മൾ വെള്ളം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി 2000-ലധികം തടയണകളും തോടുകളും നമ്മൾ വനത്തിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾക്ക് വേണ്ടിയുള്ള പരിപാടിയാണ് കേന്ദ്ര ഗവൺമെൻറ്റിന് മുമ്പേ നമ്മൾ സമർപ്പിച്ചത്. ദൗർഭാഗ്യവശാൽ അവർ അത് തിരിഞ്ഞു നോക്കിയില്ല. അതിൽ ഒരു പ്രതിഷേധം ഉയരുന്നില്ല എന്നൊരു പരാതി എനിക്കുണ്ട്. അതെൻ്റെ ഒരു പരാതിയാണ്. അപ്പോൾ പ്രതിഷേധം ഉയർന്നു വരേണ്ടതാണ്. മറ്റൊന്ന്, നിയമങ്ങളാണ് ഒരു പ്രധാനപ്പെട്ട തടസ്സം. അത് 1972 കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കിയ വന്യജീവി സംരക്ഷണ നിയമമാണ്, നിഷ്കാസന നിയമമല്ല. ആ നിയമത്തിലെ ചില വകുപ്പുകൾ കാലഹരണപ്പെട്ടതാണ്, അപ്രായോഗികമാണ്. അപ്പോൾ കാലഹരണപ്പെട്ട നിയമങ്ങളും അപ്രായോഗികമായ നിർദ്ദേശങ്ങളും മാറ്റി ഭേദഗതി ആവശ്യപ്പെട്ടുകൊണ്ട് കേരള നിയമസഭ ഒരു പ്രമേയം പാസ്സാക്കിയിരുന്നു. ആ പ്രമേയത്തിന്മേലും കേന്ദ്ര ഗവൺമെൻറ് ഇതുവരെ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് നിലവിലുള്ള ഭരണഘടനക്കകത്ത് നിന്നുകൊണ്ട് തന്നെ പുതിയൊരു നിയമനിർമ്മാണം കേരളത്തിൽ നടത്താൻ കഴിയുമോ എന്നാണ്. അതിനുള്ള നിയമോപദേശങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബില്ല് അടുത്ത നിയമസഭയിൽ അവതരിപ്പിക്കണമെന്ന് സർക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് ആനപ്രേമികൾ പറയുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് തൃശ്ശൂർക്കാർ ആനപ്രേമികളാണല്ലോ. അതായത് കാട്ടാനകൾ പെറ്റുപെരുകുകയാണ്. എല്ലാ ഭാഗത്തും നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വയനാട് അടക്കം ആനകളുടെ കുറേ പ്രവാഹം തന്നെയാണ് വരുന്നത് നാട്ടിലേക്ക്. അപ്പോൾ ആനപ്പിടുത്തം പഴയ പോലെ പുനരാരംഭിക്കാനാകുമോ? വനംവകുപ്പിന് എന്താണ് അത്തരത്തിൽ തീരുമാനം എടുക്കാൻ പറ്റും? കേരളത്തിൽ ഗവൺമെൻറ്റിന് അതിൻ്റെ അകത്ത് പ്രയാസമൊന്നുമില്ല. പക്ഷേ വനസംരക്ഷണ നിയമം, വന്യജീവി സംരക്ഷണ നിയമം അതിന് സമ്മതിക്കുന്നില്ല. അതിന് മുമ്പ് അങ്ങനെ ഒരു നിയമം 72-ന് മുമ്പുള്ള കഥയാണ് ആനപ്രേമികൾ പറയുന്നത്. അത് മറ്റേ കൂടൊക്കെ വെച്ച് പിടിപ്പിക്കുന്നൊരു സമ്പ്രദായമുണ്ട്. എന്നാൽ അതിന് പറയാം, കുഴിയൊക്കെ കുഴിച്ച് അതിൻ്റെ മേലിട്ട് അങ്ങനെ പിടിക്കുക. ആ സമ്പ്രദായമൊക്കെ നമ്മൾ 72-ന് ശേഷം ഇല്ല. അപ്പോൾ 72-ന് മുമ്പുള്ള ഇത്തരത്തിലുള്ള ചില അനുവാദങ്ങൾ കേരളത്തിലെ കർഷകർക്ക് നൽകുന്നതിനോടുകൂടി മാത്രമേ ആ പ്രശ്നത്തിന് അവർ തന്നെ പരിഹാരം കാണും. ഗവൺമെൻറ്റിൻ്റെ റോൾ അതിൻ്റെ അകത്ത് ആവശ്യമില്ലാത്തൊരു സ്ഥിതി ഉണ്ടാകും. അവസാനമായി ഒരു ചോദ്യം കൂടി, അതായത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിയമം പാസ്സാക്കി, അതായത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ആനകളെ കൊണ്ടുവരാനായിട്ട്. ഇവിടെ 500 താഴെ നാട്ടാനകൾ മാത്രമാണ് ഉള്ളത്. ഉത്സവങ്ങൾക്ക് ആനകൾ തികയുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ആനയ്ക്ക് തന്നെ പല ഉത്സവങ്ങളിലേക്ക് ഒരു ദിവസം പോകേണ്ട ഒരു സ്ഥിതിയാണ്. പക്ഷേ ഇപ്പോൾ കേരള സർക്കാരാണ് തടസ്സം നിൽക്കുന്നതെന്നാണ് കേന്ദ്രം നിയമം പാസ്സാക്കിയിട്ടും എന്നാണ് ഒരു ആരോപണമുള്ളത്. ഇതിനെതിരെ നടപടി ഉണ്ടാകും, അല്ലെങ്കിൽ മന്ത്രിസഭ തീരുമാനമെടുക്കുമെന്നാണ് റവന്യൂ മന്ത്രി രാജൻ സാർ പറഞ്ഞിരിക്കുന്നത്. അങ്ങയുടെ അഭിപ്രായം? ഞാൻ പറഞ്ഞു, അതൊക്കെ ഉൾക്കൊള്ളിച്ചാണല്ലോ ഒരു ബില്ല് വരിക. ഇപ്പോൾ വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് കേരള ഗവൺമെൻറ് എങ്ങനെയാണ് പരിഹാരം കാണുന്നത് എന്നതിൻ്റെ ഒരു കണ്ണാടിയായിട്ടാണല്ലോ ഒരു നിയമം കേരള നിയമസഭയിൽ കൊണ്ടുവരാൻ പോകുന്നത്. ആ നിയമം കൊണ്ടുവരുമ്പോൾ നമുക്കെല്ലാം മനസ്സിലാവും, സംശയങ്ങൾ തീരും, തെറ്റിദ്ധാരണ മാറും, ജനങ്ങൾക്ക് സന്തോഷത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഗവൺമെൻറ് ഉറപ്പുവരുത്തും. എന്തായാലും വന്യമൃഗശല്യത്തിനെതിരെ നടപടി ഉണ്ടാകും. അതുപോലെ തന്നെ ആനപ്രേമികൾക്കും സന്തോഷിക്കാം എന്ന് തന്നെയാണ് വനംവകുപ്പ് മന്ത്രി ടി.സി.വിയോട് പറയുന്നത്. ക്യാമറമാൻ ആഷിഖ് വേലൂരിനോടൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, ടി.സി.വി ന്യൂസ്.